നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും സമരം തുടരുകയാണ്. 39 ദിവസങ്ങൾ ആശാവർക്കർമാരുടെ സമരം പിന്നിട്ടിരിക്കുന്നു. സർക്കാരുമായി ചർച്ച നടത്തുകയുണ്ടായി. പ്രതീക്ഷയില്ലാതെ അവർ വീണ്ടും തിരികെ വരുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ അവർക്ക് ആശ നൽകുന്ന രീതിയിൽ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. പല കാരണങ്ങൾ സർക്കാർ പറയുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഉയർന്ന ഉദ്യോഗസ്ഥർക്ക്, സർക്കാരിനോട് അടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അവരുടെ ശമ്പളം കൂട്ടി നൽകുന്നത് അടക്കമുള്ള ആരോപണങ്ങളും ഈ സമയത്ത് ഉയരുന്നുണ്ട്. ഈ സമയം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് KP റോസമ്മ, ആശാ വർക്കർ, ശ്രീ ജോർജ് പൊടിപ്പാറ, പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ, അതുപോലെ തന്നെ ത്രേസ്യമ്മ ജോസഫ്, അംഗനവാടി ടീച്ചറാണ്. ഇവരാണ് നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങ് കണ്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ എത്ര ആശയോടെയാണ് അവർക്ക് കാര്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സമരം നടത്തുന്നതെന്ന്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി കണ്ണീരോടുകൂടി അവർ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് സർക്കാർ പറയുന്നത്, പക്ഷേ സർക്കാർ, ഈ ഇടതുപക്ഷ സർക്കാർ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, ഇതുപോലെ സമരം ചെയ്ത് അവരുടെ സമയം കളയേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വളരെ ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് സമരം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരും തിരിച്ച് പറയുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? സമീപകാലത്ത് കേരളത്തിന്റെ മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ പിടിച്ചു കുലുക്കിയ ഒരു സമരം എന്ന് പറയാവുന്നത്, നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ് ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. അതിപ്പോ ഇന്ന് 39 ദിവസം പിന്നിടുകയാണ്. ഈ 39 ദിവസവും സർക്കാർ ഈ സമരത്തെ തളർത്താനും സമരം ചെയ്യുന്നവരെ പരിഹസിച്ച് അവരുടെ ആ സമരവീര്യം കെടുത്താനും ഒക്കെ CITU അതുപോലെ തന്നെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM നേതാക്കളും ഒക്കെ വളരെയധികം ശ്രമിച്ചു. പക്ഷെ ഇതിലൊന്നും തളരാതെ ഈ സഹോദരിമാർ അതിശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന്, അതിനകത്ത് പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള പിന്തുണ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും, സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് എഴുത്തുകാര്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, സ്വതന്ത്ര ചിന്തകര്, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തെ എന്താ പറയാ, മൊത്തത്തിൽ നോക്കി കണ്ടുകൊണ്ട് നന്മയെ നന്മയായും തിന്മയെ തിന്മയായും കാണാൻ കഴിവുള്ള, അതായത് പ്രത്യേക താല്പര്യങ്ങളില്ലാത്ത സമൂഹത്തിലെ നിരവധി ആളുകളും ഈ ആശാ വർക്കർമാരുടെ അല്ലെങ്കിൽ ഈ സഹോദരിമാരുടെ സമരത്തിന് നിരുപാധിക പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. ആ സമരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇന്നലെ ഇത്രയും ദിവസം അവര് സമരമാണ് നടത്തിയത്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ. ഇന്നലെ അവര് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടന്നു. അതായത് സർക്കാർ ഈ സമരം തീർക്കാൻ ഒരു നടപടി എടുക്കുന്നില്ല. എല്ലാ കുഴപ്പവും കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട്, കേന്ദ്രം ഇൻസെന്റീവ് തരാത്തത് കൊണ്ടാണ് ഇവരുടെ ഓണറേറിയം കൊടുക്കാൻ തടസ്സം വരുന്നത്. ഓണറേറിയം 7000 രൂപ കൊടുക്കുന്ന 7000 രൂപയും കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് അടക്കം 13000 രൂപയോളം ഈ ആശാ വർക്കർമാർക്ക് പ്രതിഫലം കിട്ടും. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ തുകയാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ഇവർ ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി, ആരുടെയോ ചെണ്ടയായിട്ട് ഇങ്ങനെ കൊട്ടുകയാണ് എന്ന രീതിയിൽ അപഹസിക്കുന്ന, ഈ പറഞ്ഞ രീതിയിൽ CITUവിന്റെ സംസ്ഥാന നേതാവ് എളമരം കരീമും അടക്കമുള്ള, അതുപോലെ വിജയരാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും ഈ സമരത്തെയും ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെയും ഒക്കെ വല്ലാതെ അപഹസിക്കുകയും, അതുപോലെ തന്നെ അവരൊരു ന്യൂനപക്ഷമാണ്, അവർക്ക് ബലമൊന്നുമില്ല, മറുപക്ഷത്താണ് കൂടുതൽ ആളുകൾ, ഇവരാരെയോ ചെണ്ടയായിട്ട് അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഈ ഒരു വേഷം കെട്ടുകയാണ്, കോലം കെട്ടുകയാണ്, ഇവരാരെയോ ഉപകരണങ്ങളാണ് എന്ന രീതി, കരുക്കളാണ് എന്ന രീതിയിലൊക്കെ അപഹസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിന്റെ ഏറ്റവും ഒടുവിൽ ഇന്ന് ഇന്നലെ ഇന്ന് രണ്ട് ചർച്ചകൾ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആദ്യം NHMന്റെ ഡയറക്ടർ ചർച്ച നടത്തി. ആ ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷം മന്ത്രി വീണ ജോർജ്, ഇന്നലെയാണ് ആ ചർച്ച നടന്നത്. വീണ ജോർജ് നേരിട്ട് ഉച്ചതിരിഞ്ഞ് ചർച്ച നടത്തി. ഈ ചർച്ചയിലും ആ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വന്നില്ല. നിങ്ങൾ സമരം പിൻവലിക്കണം,
നിങ്ങൾക്ക് ഇത് തരാനുള്ള സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിനില്ല. കേന്ദ്രം തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് തരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഉറപ്പ്, ഏതെങ്കിലും അവർ ആവശ്യപ്പെടുന്നത് അവരുടെ 7,000 രൂപ എന്നുള്ളത് 21,000 രൂപയാക്കണം എന്നാണ്. 7,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം 232 രൂപയാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം. ഇന്നത്തെ കേരളത്തിൽ ഈ 232 രൂപ കൊണ്ട് ആശാ വർക്കർമാർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അവർക്കുണ്ട്, കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വേറെ കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്. ആ ഒരു കുടുംബത്തെ 10ഉം 14 മണിക്കൂർ ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും അവർക്കുണ്ട്. ഇത്രയും കഠിനമായ, ഇത്രയും ഉത്തരവാദിത്തമുള്ള ജോലി നിർവഹിക്കുന്ന ഒരു വിഭാഗത്തിനോട് ഇത്ര അവഗണന കാണിക്കേണ്ട. ചെറിയ പക്ഷം ആ കാശ് കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ്, അതിനിപ്പോ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്, കാരണം സാമ്പത്തിക ക്ലേശത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യം പരിഗണിക്കും. നിങ്ങൾക്ക് പ്രകടന പത്രികയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത പോലെ നിങ്ങളുടെ വേതനം 21,000 രൂപ, പ്രതിദിനം 700 രൂപ എന്ന രീതിയിലേക്ക് നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രം ഉള്ള ഫണ്ടുകളെല്ലാം തടഞ്ഞു വെക്കുന്നു. കേന്ദ്രം കേരളത്തിന് നൽകേണ്ട എല്ലാ സഹായങ്ങളെയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അതിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ സമീപിക്കും. അത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനമാണ്, അത് പാലിക്കും എന്ന് പറഞ്ഞ് മാന്യമായി മര്യാദയോടുകൂടി ഈ പറഞ്ഞ പരിഹാസത്തിന്റെയും അതുപോലെ തന്നെ ആക്ഷേപത്തിന്റെയും ഒക്കെ ഭാഷ മാറ്റിവെച്ച് അവരെ കൊച്ചാക്കാതെ അവരെ ഉൾക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച്, അവര് ഈ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്, അവരും ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത നല്ലൊരു ശതമാനം ആളുകൾ അവരിലുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട്. അവരെ ഇതിനെ കളിയാക്കാതെ അവര് ആരുടെയോ കരുക്കളാണ്, ചട്ടുകങ്ങളാണ്, എന്താ പറയാ, ഈർക്കിലി പാർട്ടിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്നതിന് പകരം ഈ ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അധ്വാനിക്കുന്ന ഈ ജനവിഭാഗങ്ങളും ഇടതുപക്ഷ മനസ്സുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ തന്നെയാണ്. അവരോട് ഈ മര്യാദഘട്ട, വൃത്തികെട്ട, അവർക്ക് അപമാനകരമായ രീതിയിൽ സംസാരിക്കുന്ന ആ ഭാഷയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അവരോട് സത്യസന്ധമായി സംവദിക്കാനുള്ള ഒരു അന്തസ്സെങ്കിലും ഈ സർക്കാരിന് കാണിച്ചുകൂടെ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് തന്നെയാണ്. അതില്ലാതെ വരുമ്പോഴാണ് അവർക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണ ഇത്രത്തോളം കിട്ടുന്നത്. സർക്കാർ പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ അപമാനിച്ച്, അവരെ അപഹസിച്ച്, അവരെ വല്ലാതെ ചെറുതാക്കി കളഞ്ഞ് ആ സമരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത്തരം ശ്രമങ്ങൾ സമരത്തിന്റെ വീര്യം കൂട്ടുകയും സമരരംഗത്തുള്ള ആളുകൾക്കൊപ്പം പൊതുസമൂഹം അണിനിരക്കാൻ ഇടവരുത്തുകയും ചെയ്യും എന്നൊരു സാമാന്യ തത്വം പോലും ഈ പറഞ്ഞ, ഈ അപഹസിക്കുന്ന, പരിഹസിക്കുന്ന നേതാക്കൾക്ക് ഇല്ലാതെ പോയി. ഒരു വശത്തോട് നമുക്ക് തമാശയാണ് തോന്നുന്നത്. അതായത് എല്ലാ സമരവും അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വേറെ ഈ കേരള ഭൂമിയിൽ, ഈ കേരള മഹാരാജ്യത്ത് വേറെ ആർക്കും സമരം ചെയ്യാൻ അവകാശമില്ല. CPM-ന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ കച്ചീട്ടില്ലാതെ അവർക്കല്ലാതെ കേരളത്തിൽ ആർക്കും സമരം ചെയ്യാൻ പാടില്ല. അല്ലാത്ത സമരങ്ങളൊക്കെ ഈ സമൂഹത്തിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവിടുത്തെ മനുഷ്യർക്കും എതിരായ സമരമാണെന്ന് ചിത്രീകരിക്കുന്ന ആ ഒരു സമീപനം, അതായത് സമരത്തിന്റെ പുസ്തകപ്പാട്ടം ഇടതുപക്ഷം അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലാത്ത സമരങ്ങളെല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ സമരമാണ്. അവരാരുടെയൊക്കെ കയ്യിലെ ഉപകരണങ്ങളാണ്, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ്. മാത്രമല്ല, ഇല്ലാത്ത കണക്കുകൾ ഉദ്ധരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്നവരാണ്, ഞങ്ങളാണ് 1000-ൽ നിന്ന് 7,000 ആക്കിയത് എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങൾ. മറ്റു സംസ്ഥാനങ്ങൾ പലതും ഇപ്പൊ 10,000 രൂപയാക്കിയിട്ടുണ്ട്. കർണാടക, സിക്കിം ആക്കിയിട്ടുണ്ട്. മാത്രമല്ല, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ വരെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ കണ്ടാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവർ ആക്ഷേപിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇതാണ് ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത്. അവര് നടത്തുന്ന വളരെ ജെനുവനായിട്ടുള്ള, വളരെ ന്യായയുക്തമായ ഒരു സമരത്തെ ചുരുങ്ങിയ പക്ഷം ആക്ഷേപിക്കാതിരിക്കാനെങ്കിലുള്ള മര്യാദ, വകതിരിവ് കാണിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ആരോഗ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇടപെടാൻ എത്രത്തോളം പരിമിതികൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതല്ലേ ശരിക്കും? അതായത് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് മാത്രമായിട്ട് ഇത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആരോഗ്യമന്ത്രിക്ക് മിനിമം ഒരു കാര്യം ചെയ്യാം. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്ന, ഈ റെമുനറേഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നൊക്കെ ഉള്ള അവകാശവാദങ്ങൾ
അത് കൃത്യമായിട്ട് പഠിച്ച് ഈ തെറ്റായ ഡാറ്റയെങ്കിലും പറയാതിരിക്കുക. ഇപ്പൊ കർണാടകം 10,000 രൂപയാക്കി, സിക്കിം 10,000 രൂപയാക്കി. മാത്രമല്ല അവർക്കെല്ലാം ബംഗാളിൽ വിരമിക്കുന്ന ആശാ പ്രവർത്തകർക്ക് 5 ലക്ഷം രൂപ. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ ഈ രീതിയിലൊക്കെ പല സംസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കാണാതെ ഞങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഞങ്ങളാണ് എന്നൊക്കെ തള്ളിമറിക്കുന്ന അത് നിർത്തിയിട്ട് കാര്യങ്ങൾ പഠിച്ച് ഈ പറയാനുള്ള ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോ കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദയെ കാണും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും അവരവിടെ ചെന്നിട്ട് കാണാൻ സമയം കിട്ടിയില്ല. അവര് ഒരു നിവേദനം അവിടുത്തെ സെക്രട്ടറിക്ക് കൊടുത്ത് മടങ്ങിപ്പോരുകയാണ്. ആരോഗ്യ ഡയറക്ടർക്ക് മറ്റോ കൊടുത്ത് മടങ്ങിപ്പോരുകയാണ് ചെയ്തത്. അവർക്ക് 2 തവണ കത്തയച്ചിട്ടും അനുമതി കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം മനസ്സോടെയാണ് അല്ലെങ്കിൽ എത്രത്തോളം കാണണമെന്ന് ആഗ്രഹിച്ചുണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണോ അതോ യഥാർത്ഥത്തിൽ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് നമുക്ക് പലപ്പോഴും സംശയം തോന്നുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഈ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ 14 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറ്റി എന്ന് പറയുന്നു. പക്ഷെ ചിലപ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ ചേർത്തു വീണ്ടും ശല്യപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഏതായാലും സർക്കാരിന് ഈ സമരത്തോടുള്ള സമീപനം വളരെ എന്താ പറയാ ഒട്ടും സുഖകരമായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനമല്ല. അവരെന്തോ വലിയ കൊടും പാതകം ചെയ്യുന്നു. അവരാരുടെയൊക്കെയോ എന്താ പറയാ സർക്കാരിനെ അട്ടിമറിക്കുന്ന ഏതൊക്കെയോ കക്ഷികളുടെ ചട്ടുകമായി മാറുന്നു എന്ന രീതിയിൽ ആക്ഷേപിച്ച് ഇല്ലാതാക്കുക, കൊച്ചാക്കുക, അവരെ വല്ലാതെ അപമാനിക്കുക, ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. CITിനൊഴികെ ഈ സംസ്ഥാനത്ത് സമരം ചെയ്യാൻ, തൊഴിലാളികളുടെ പേരിൽ സമരം ചെയ്യാൻ വേറെ ആർക്കും അവകാശമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തില് അങ്ങനെയൊക്കെ പെരുമാറാനും പറയാനും എങ്ങനെ സാധിക്കുന്നു എന്നതിലാണ് എനിക്ക് അത്ഭുതം. അങ്ങനെയാണെങ്കിൽ ഇവിടെയല്ലേ ഈ CITിനും അതുപോലെ തന്നെ CPMനും ഒക്കെ ശക്തിയുള്ളത്. അപ്പോ മറ്റു ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറയുന്ന ആശാ വർക്കർമാർ പ്രതിദാനം ചെയ്യുന്ന സംഘടന പോലെ ഈർക്കൽ പാർട്ടികളും ഈർക്കൽ സംഘടനകളുമാണല്ലോ ഇവർ ഈ പറയുന്ന കേരളത്തിന്റെ പുറത്ത് കടന്നാൽ ഈ പറഞ്ഞ CIT അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ. അപ്പൊ അവിടെ ഈ രീതിയിൽ മറ്റുള്ളവരവരെ അപഹസിച്ചാൽ, അപമാനിച്ചാൽ, കളിയാക്കിയാൽ എന്തായിരിക്കും അവർക്ക് തോന്നുന്നൊരു വികാരം? അത് തന്നെയല്ലേ ഇപ്പൊ ഈ ആശാ വർക്കേഴ്സിനോട് ഈ സഹോദരിമാരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ന്യായമായൊരു വേതനം വേണമെന്ന് സർക്കാരിന് സാമ്പത്തിക പരാധീനതയുണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ പറ്റില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് ഗൗരവമായിട്ട് ആലോചിക്കുക എന്തായാലും നിങ്ങൾക്ക്. പക്ഷെ അതിനിടയ്ക്ക് PSC മെമ്പേഴ്സിന് അവർക്ക് നിലവിലുള്ള ലക്ഷങ്ങളുടെ ശമ്പളം അതിന്റെ വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നു. പ്രോസിക്യൂട്ടർമാർക്ക് ഉള്ളതിന്റെ ലക്ഷങ്ങളുടെ വർധന കൊടുക്കുന്നു. കേന്ദ്രത്തിലെ പ്രതിനിധി KV തോമസിന് ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ TA ഇനത്തിൽ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അതിനൊക്കെ പണമുണ്ട്. അവർ സമരം ചെയ്താൽ ഞങ്ങൾ അപമാനിക്കും, അവരെ ഞങ്ങൾ എന്താ പറയുക വർഗ ശത്രുക്കളായി മുദ്രയടിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തെ ഒരു യുക്തിയാണ് പൊതുസമൂഹത്തിന് മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഈ നെഗറ്റീവ് സമീപനം കൊണ്ടാണ് ഈ സമരത്തിന് പൊതുമണ്ഡലത്തിലും പൊതുസമൂഹത്തിലും വലിയ പിന്തുണ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ്, അംഗനവാടി ടീച്ചർമാരുടെ ആ സമരത്തെ എങ്ങനെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളെ ഏത് രീതിയിലാണ് സർക്കാർ പരിഗണിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അംഗൻവാടി ജീവനക്കാരെ കുറിച്ച് പറഞ്ഞാൽ 1995 മുതൽ ഏറ്റവും താഴെ തട്ടിൽ ഒരു വിഭാഗം വനിതകളാണ് ഞങ്ങളുടെ. അന്നേ കാലത്ത് 400 രൂപയ്ക്കും 200 രൂപയ്ക്കും ഓണറേറിയം ആണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ചത്. പക്ഷെ അന്ന് പ്രവേശിച്ചെങ്കിലും അന്ന് ഞങ്ങൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുക എന്നുള്ള ഒരു ചുമതല മാത്രമേ ഞങ്ങളുടെ തോളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഗർഭിണികളായ സ്ത്രീകളെ, പാലൂട്ടമ്മമാരെ, AG കുട്ടികളെ, ഇവരുടെ കാര്യങ്ങളും കൂടി ഞങ്ങളുടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് ജോലിയിൽ കാലാർസിതമായി വന്ന എല്ലാ ജോലികളും കൂടി വന്നു. എന്നാൽ ഓണറേറിയം മറ്റ് ആനുകൂല്യങ്ങളും അന്നത്തെ കാലയളവിനനുസരിച്ച് കാലങ്ങൾക്കനുസരിച്ച് വേണ്ടത്ര കൂടിയില്ല. ഇപ്പോൾ വർക്കർക്ക് 13,000 രൂപയും ഹെൽപ്പർക്ക് 8,500 രൂപയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഓണറേറിയം. അത് തന്നെ 3 ഗഡുക്കളായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ വർക്കറുടെ പൈസയിൽ നിന്നും 13,500 രൂപ, 13,000 രൂപയിൽ നിന്നും 500 രൂപ ക്ഷേമനിധി എന്ന ഇനത്തില് അവർ തന്നെ തിരിച്ചു പിടിക്കുന്നു. ഹെൽപ്പർക്ക് 200 രൂപ
ക്ഷേമനിധിയിലേക്ക് അവർ തന്നെ ഗവൺമെന്റ് തന്നെ തിരിച്ചു പിടിക്കുന്നു. ഈ തുക 3 ഗഡുക്കളായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരു ഗഡുവായിട്ട് കിട്ടാൻ വേണ്ട നടപടി എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് ആദ്യം തന്നെ പറയാണ്. പിന്നെ ജോലിയെ കുറിച്ച് പറഞ്ഞാല് വളരെ വിചിത്രമാണ് ഞങ്ങളുടെ ജോലി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അധികം ജോലിയൊന്നും ആരും കാണുന്നില്ല. പക്ഷേ കേരള സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ സർവേകളും അടിസ്ഥാന വിവരങ്ങൾ ഞങ്ങളെ കൈകളിൽ നിന്നാണ് അവർ ശേഖരിക്കുന്നത്. പിന്നെ അതുകൂടാതെ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന എല്ലാ ജോലികളും ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗ്രാമസഭയുടെ കോർഡിനേറ്ററാണ്, ജാഗ്രത സമിതിയുടെ കൺവീനറാണ്, BLO ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ടീച്ചറ്. പിന്നെ പഞ്ചായത്ത് പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി, വികസന സെമിനാർ ഇവയുടെ നടത്തിപ്പിലേക്ക് ഞങ്ങൾ ചെല്ലണം. അതിന്റെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ വൃദ്ധരെ, അംഗപരിമിതരെ, വിധവകളെ, വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആൾക്കാര്, അവരുടെ എല്ലാം കണക്കുകൾ ഞങ്ങൾ സൂക്ഷിക്കണം. യഥാസമയം കാലാകാലങ്ങളിൽ ഗവൺമെന്റ് അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാരായാലും ചോദിക്കുന്ന സമയത്ത് അത് രാത്രി ആയാലും പകലായാലും അപ്ഡേറ്റ് ആയിട്ട് അപ്പൊ തന്നെ നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ. അത് ലിങ്കൊക്കെ തരികയാണ്. ലിങ്ക് ഇങ്ങ് വിട്ട് കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് കയറുക, നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലപാട്. പിന്നെ അതിനെല്ലാം തന്നെ ഇതിനൊന്നും ഈ സർവേകൾക്കോ കാര്യങ്ങൾക്കോ എല്ലാം ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞങ്ങള് ഓണറേറിയം വർക്കേഴ്സ് ആയിട്ട് സേവനം ചെയ്തു കൊള്ളാം എന്ന് എഴുതി കൊടുത്ത് കയറിയ ആൾക്കാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടില് ആ ഒരു ജോലിയുടെ ആ ഒരു തുച്ഛമായ ശമ്പളത്തില് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലികളാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ പിന്നെ ഞങ്ങൾക്ക് പ്രീ സ്കൂളിന്റെ കാര്യത്തിലേക്ക് വന്നാല് 33 പാഠങ്ങളുണ്ട്. 33 പാഠങ്ങളും 3-4 ഉപപാഠങ്ങളും എല്ലാം കൂടെ കൂട്ടി 36 പാഠങ്ങളുണ്ട്. ഈ 36 പാഠങ്ങൾ കവർ ചെയ്തുകൊണ്ട് അത് സർക്കുലറായിട്ട് നമുക്ക് ബുക്ക് പോലെ കൊച്ചു 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും ഒക്കെ ബുക്ക് അടിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും ബുക്ക് അടിച്ചു തന്നിരിക്കുകയാണ്. ആ തീം ബുക്ക് എന്നും പറഞ്ഞ് ആ തീം കവർ ചെയ്തുകൊണ്ട് ഈ കുഞ്ഞു പിഞ്ചു മക്കളുടെ 5 വികാസങ്ങളെ പരിപോഷിപ്പിച്ച് അടുത്ത ഭാവി തലമുറയെ ഞങ്ങൾ വാർത്തെടുക്കണം. അതില് ഒട്ടും കോട്ടം തട്ടാൻ പാടില്ല. കോട്ടം തട്ടിയാല് സൂപ്പർവൈസർമാര്, അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ശകാരവും നമ്മൾക്ക് കേൾക്കണം. തന്നെയല്ല അതിലുപരി ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ പ്രീ സ്കൂളിന്റെ വിദ്യാഭ്യാസം മോശമാകുന്നതോടുകൂടി ഞങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു. കാരണം ഒരു സ്ഥലത്ത് പ്രീ സ്കൂൾ നന്നായി എടുക്കാത്ത ടീച്ചറാണെങ്കിൽ അവിടെ കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ അല്ലെ പൊതുജനങ്ങള് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ അവിടെ കുട്ടികൾ കുറയുന്നു. കുട്ടികൾ കുറഞ്ഞാൽ അതിനുള്ള കാരണങ്ങളും ഉത്തരങ്ങളും ഇത്ര കുട്ടികൾ ഏരിയയിലുണ്ട്, എന്നിട്ട് ഇത്ര കുട്ടികൾ അംഗൻവാടിയിൽ വരുന്നുള്ളൂ എന്നുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അതിന് ഉള്ള വിവരങ്ങളും എല്ലാം നമ്മൾ കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നു. മേൽത്ത് ഘടകത്തിലേക്ക് അതിന്റെ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരുന്നു കുട്ടികൾ വരാത്തതിന്റെ. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും പ്രീ സ്കൂൾ എടുക്കാനോ പ്രീ സ്കൂളിന്റെ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കുന്നതിനോ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനോ സമയം കിട്ടാറില്ല. പിന്നെ ഇതോടൊപ്പം തന്നെ പ്രീ സ്കൂളിന്റെ പ്രവർത്തനം അങ്ങനെ നടക്കണം. പിന്നെ അതിലുപരി ഇപ്പം അടുത്ത കാലത്തായി പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വന്നിട്ടുണ്ട്. ആ ആപ്പ് ഒരു പൊട്ട ഫോണും തന്നു. ആ പൊട്ട ഫോണില് യാതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അത് അവനവന്റെ സ്വന്തം ഫോണില് ഇല്ലെങ്കിൽ കടവും പലിശയ്ക്കും പൈസ മേടിച്ച് നല്ല ഫോണ് മേടിച്ച് അതിനകത്താണ് ഞങ്ങളിപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യണം ജോലികള്. പിന്നെ ഫുഡ് വിതരണം ചെയ്യണം. അത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് മാത്രം പോരാ, ഗർഭിണികൾക്ക് കൊടുക്കണം, പാലൂട്ടമ്മമാർക്ക് കൊടുക്കണം. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫുഡ് നമ്മൾ വിതരണം ചെയ്യണം. ഇതെല്ലാം 5-ാം തീയതിക്ക് മുമ്പേ, ഒരു മാസം പുറത്തിറങ്ങിയാൽ 5-ാം തീയതിക്ക് മുമ്പേ വിതരണം ചെയ്യുകയും അത് നമ്മൾ ഈ അപ്ഡേറ്റ് ആയിട്ട് പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതിന്റെ പുറകെ ഈ 100, 120, 180, 170 ചെറിയ കുട്ടികളുണ്ട്. 6 മാസത്തിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഓരോ അംഗൻവാടികളിലും ഉണ്ട്. ഓരോ അംഗൻവാടിയുടെ പരിധി ഏരിയയിലും ആ കുട്ടികളുടെ മൊത്തം ഗ്രോത്ത് മോണിറ്ററിങ് നടത്തണം. ഒരു കുട്ടി പോലും നമുക്ക് മിസ്സാകാൻ പാടില്ല. ഗ്രോത്ത് മോണിറ്ററിങ് നടത്തണം. അതിൽ സാമിനെയും മാമും കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കണം. മോണിറ്ററിങ് നടത്തിയാൽ മാത്രം പോരാ, അത് പോഷൻ ട്രാക്കറിൽ അപ്ലോഡ് ചെയ്യണം. ആ സമയത്ത് തന്നെ, ഇന്ന് തൂക്കം എടുക്കുകയാണെങ്കിൽ ഇന്ന് ആ എടുത്ത സമയത്ത് തന്നെ നമ്മൾ അത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ അതിലൊക്കെ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ ഉപരി ഇതെല്ലാം ഫോണിൽ ചെയ്യുന്നുണ്ട്.
മറ്റുള്ള ഓഫീസുകളിലുള്ള ജീവനക്കാർക്ക് ഫോണിൽ കാര്യങ്ങൾ ചെയ്താൽ അത് അവിടെ കിടന്നോളും, അല്ലെ ലാപ്ടോപ്പിൽ ചെയ്താൽ അത് അവിടെ കിടന്നോളും. പിന്നെ ഒരു രേഖ എടുക്കണേ ലാപ്ടോപ്പ് തുറന്ന് നമ്മൾ ആ ലിങ്ക് എടുത്ത് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് 11 രജിസ്റ്ററുകൾ എഴുതി സൂക്ഷിക്കണം. 11 രജിസ്റ്ററുകൾ എഴുതി സൂക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അംഗൻവാടി 9:30 മുതൽ 3:30 വരെ അംഗൻവാടിയിൽ നിർബന്ധമായി ഞങ്ങൾ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് 3:30 കഴിഞ്ഞാൽ 3:30 മുതൽ 4:30 വരെ 5 മണി വരെ ഞങ്ങൾ ഹൗസ് വിസിറ്റ് നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത്. പക്ഷെ അവസാനിക്കുന്നില്ല. പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ജോലികളെ പൾസ് പോളിയോയ്ക്ക് ഞങ്ങൾ സഹായിച്ചു കൊടുക്കണം. വിരയോളിക വിതരണം ചെയ്യാൻ ഞങ്ങൾ സഹായിക്കണം. വാർഡ് തല സാനിറ്റേഷൻ മീറ്റിങ്ങുകളെ വാർഡ് തലത്തിൽ കൂടണം. അങ്ങനെ 24 മണിക്കൂറും ചെയ്താൽ തീരാത്ത ജോലികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാരും കാണുന്നുമില്ല. കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, കാണുന്നില്ല. ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീജനങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദം മേളിലേക്ക് എത്തപ്പെടുന്നില്ല. സർക്കാർ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങളോട് നടത്തിയിട്ടുള്ളത്? നിങ്ങൾ ഇപ്പോൾ സമരത്തിന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം എന്ന് വെച്ചാൽ സർക്കാർ ഈ 9 വർഷക്കാലം അവർ ഭരണത്തിൽ കയറി, ഇപ്പൊ കയറിയ പിണറായി സർക്കാർ, ബഹുമാനായ പിണറായി സർക്കാർ 9 വർഷക്കാലമായി ആ ഒരു സർക്കാർ ഇപ്പൊ ഭരിക്കാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 1000 രൂപയുടെ വർധനവ് മാത്രമാണ് ഞങ്ങൾക്ക് ഈ 9 വർഷക്കാലത്തിന്റെ ഉള്ളിൽ അനുവദിച്ചു തന്നത്. അത് തന്നെ അത് കിട്ടിയത് കഴിഞ്ഞ ഡിസംബർ മുതൽ മാത്രമാണ്. പിന്നെ സമരത്തിന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രോമിസ് സർക്കാർ തരുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങള് പൈസ കൂട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സമരത്തിലേക്ക് ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ സമരം തന്നെ തീരാനാണ്. ഇനിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടികളും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു നടപടികളും അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ അടച്ചിട്ടൊരു സമരം ചെയ്യും. ഇപ്പം തന്നെ പറയൽ തുടങ്ങി, നിങ്ങൾ അടച്ചിടാൻ പാടില്ല, നിങ്ങൾ അടച്ചിടാൻ പാടില്ല എന്ന്. അടച്ചിട്ട് തന്നെ സമരത്തിന് ഇറങ്ങും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുവരെ ഞങ്ങളോട് ഒരു അനുകൂലമായ ഒരു മറുപടിയും ഒരു ചർച്ചയോ കാര്യങ്ങളോ അനുകൂലമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ പകുതി 60%, 40% കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ വിഹിതമായതുകൊണ്ട് കേന്ദ്രം തന്നെ പറയുന്നു പോഷൻ ട്രാക്കർ പെർഫോമൻസിന്. പോഷൻ ട്രാക്കർ വന്നപ്പോൾ ഞങ്ങളോട് മോഹിപ്പിച്ച് പറഞ്ഞു, പോഷൻ ട്രാക്കർ നന്നായി ചെയ്താൽ അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് 500 രൂപ അധിക വേതനമായിട്ട് നിങ്ങൾക്ക് മാസം തരുമെന്ന്. ഇതുവരെ ഞങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല. പിന്നെ പോഷൻ അഭിയാന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് 2 എണ്ണം നടത്തണം ഒരു മാസം. അതിന് നമ്മൾ ചായ കൊടുക്കണം, അവർക്ക് സ്നാക്സ് കൊടുക്കണം. ബോധവൽക്കരണ ക്ലാസ്സിന് നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു വിഷയമാണെങ്കിൽ അതിന് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കണം. അതിന് പര്യാപ്തരായ ഒരാളെ വിളിച്ച് നമ്മൾ ക്ലാസ് എടുപ്പിക്കണം. എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരുന്നു. അപ്പൊ പുറത്തുനിന്ന് അവർ വിഷയം തരികയാണ് ചെയ്യുക. ആ വിഷയത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കണം. അപ്പം അതിന് 500 രൂപ ഒരു മാസം തരാമെന്ന് പറഞ്ഞിരുന്നു. അതും ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ PMMI ഗർഭിണികൾക്ക് 1ാം പ്രസവത്തിന് ഒരു 500 രൂപയും 2ാം പ്രസവത്ത് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും കിട്ടുന്ന ഒരു സ്കീമാണ്, കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. ആ സ്കീമിന് ഒരാളെ ഓൺലൈനായി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അക്ഷയയിലൊക്കെ ചെയ്യുന്നത് പോലെ ഞങ്ങളൊക്കെ 95-ൽ കയറിയ ആൾക്കാർ, ഇപ്പൊ വിരമിക്കാനായ ആൾക്കാരൊക്കെ വളരെ വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പുതിയ സാങ്കേതിക വിദ്യയോട് നമുക്ക് പടപൊരുതി മുന്നോട്ട് പോകുന്നവരുമാണ്. അപ്പൊ PMMBY എന്ന് പറയുന്ന അത് ആ ഫോർമാറ്റ് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നതിന് 250 രൂപ ഒരു ഫോമിന് ഞങ്ങൾക്ക് ഇൻസെന്റീവ് ആയിട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് വരെ ആർക്കും ഒരു പൈസയും ലഭിച്ചിട്ടില്ല. രണ്ട് കാര്യം കൂടെ. പ്രീ സ്കൂൾ കിറ്റ്, കണ്ടിന്യൂസി സാധനങ്ങള് അത് ഓഫീസിൽ കൊണ്ടുവന്ന് അവരുടെ ചെലവില് അല്ലെ ഗവൺമെന്റിന്റെ ചെലവിൽ ഓഫീസിൽ എത്തിക്കും. ഈ ഓഫീസിൽ നിന്ന് ഓരോ സെന്ററിലേക്കും എത്തണമെങ്കിൽ 100, 150, 200 രൂപ ഈ പാവപ്പെട്ട ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടാണ് ഞങ്ങൾ സെന്ററിലേക്ക് എത്തിക്കുന്നത്. അതിനാരും ഞങ്ങൾക്ക് ഒരു റെമുനറേഷൻ ആയിട്ട് ഒന്നും തരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി ഇനത്തില് കുട്ടികൾക്ക് പച്ചക്കറി വാങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ മാർച്ച് മാസം വരെ 2 രൂപയാണ് ഒരു കുട്ടിക്ക് തന്നിരുന്നത്. 3 നേരം ഭക്ഷണത്തിന് നാളികേരം അടക്കമുള്ള സാധനങ്ങള് ഈ തീ പിടിച്ച വിലയ്ക്ക് നമ്മൾ വാങ്ങണം. അത് വാങ്ങി കുട്ടികൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കണം. നമ്മുടെ കുട്ടികളാണ്, നമുക്ക് നന്നായി തന്നെ ഭക്ഷണം കൊടുക്കണം, അല്ലാതെ എങ്ങനെയെങ്കിലും കൊടുത്താൽ പറ്റില്ല. അപ്പം അതിന് കഴിഞ്ഞ മാർച്ച് വരെ ഞങ്ങൾക്ക് 2 രൂപ വെച്ചാണ് തന്നിരുന്നത്.
ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ 5 രൂപ വെച്ച് തരുന്നുണ്ട്. എല്ലാ സാധനങ്ങളുടെയും വില എല്ലാവർക്കും ഇപ്പം പൊതുവായി അറിയാവുന്നതാണ്. പച്ചക്കറികളുടെ ആണെങ്കിലും നാളികേരത്തിന്റെ ആണെങ്കിലും ഒക്കെ വില അറിയാവുന്നതാണ്. ഈ 5 രൂപ ഒരു കുട്ടിക്ക് കിട്ടിയാല് 20 കുട്ടികളുള്ള ഒരു അംഗൻവാടിയില് അല്ലെ 25 കുട്ടികളുള്ള ഒരു അംഗൻവാടിയിൽ 125 രൂപ കിട്ടിയാൽ ഒരു ദിവസം 3 നേരം അവർക്ക് ഫുഡ് കൊടുക്കുന്നതിലേക്ക് ചേർക്കാൻ വേണ്ടിയ കാര്യങ്ങൾ വാങ്ങാൻ ഒരിക്കലും തികയുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഈ തുച്ഛമായ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം വാങ്ങുന്ന ശമ്പളം എന്ന് പറയാനൊക്കില്ല, ഓണറേറിയം വാങ്ങുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ അതിനു വേണ്ടി ചെലവാകുന്നു. കുഞ്ഞു മക്കളോട് നിങ്ങൾക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ, ഇത്രയും മതി എന്നൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പ്രായമോ പക്വതയോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളെ ഓണറേറിയം വർക്കേഴ്സ് എന്ന രീതിയിൽ നിന്ന് മാറ്റി ഗവൺമെന്റ് ജീവനക്കാരായി തന്നെ അംഗീകരിക്കുക. അതേപോലെ പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ അവരുടെ ക്ഷേമനിധി വിഹിതമാണ് അവർക്ക് തിരിച്ചു കിട്ടാനുള്ള ആകെ പോകുകയുള്ള ഒരു ആനുകൂല്യം. അത് അവർക്ക് ഉടനെ തന്നെ തിരിച്ചു തരിക. 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചു കിട്ടുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് അവർ പിടിച്ചു വെച്ച പൈസ തരുന്നതിനാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ. പിന്നെ അതേപോലെ തന്നെ പെൻഷൻ കിട്ടുന്നത് 2023 വിരമിച്ച ആൾക്കാർക്കും ഇന്നും പെൻഷൻ കിട്ടുന്നില്ല. അവര് ഗുളിക വാങ്ങാൻ വേണ്ടി നാട്ടിലിറങ്ങി തെണ്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ കയ്യും കാലും പിടിക്കണ്ടേ. 10-40 വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ 5 പൈസയുടെ അനുകൂലമില്ലാതെ ഞങ്ങള് വിഷമിക്കുകയാണ്. അത് ഗവൺമെന്റ് കാണണം, കണ്ണു തുറക്കണം. മാന്യമായി ജീവിക്കാനുള്ള ഒരു ശമ്പളം, മാന്യമായി ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. റോസമ്മ ആശാവർക്കർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. KP റോസമ്മ, ഏകദേശം 300% വർധനമൊക്കെ ആവശ്യപ്പെടുന്നത് എത്രത്തോളം ന്യായമാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പറയുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം നീതി ലഭ്യമാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രതികരണം നടത്തുമ്പോൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ കൊടി കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ഏത് രാഷ്ട്രീയത്തിനും ഇന്ന് കൃത്യമായ ഒരു സിംബലുണ്ട്, അതിലൊരു പതാകയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സമരത്തിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ട് അതിൻ്റെ ഉള്ളിൽ? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളിവിടെ അതികഠിനമായ ചൂടിലും അതികഠിനമായ മഴയിലും ഇരിക്കുന്നത് കണ്ടല്ലോ. അപ്പോഴേ എല്ലാവരും 50 വയസ്സിനും 60 വയസ്സിനും മധ്യേ ഉള്ളവരാ. 61 വയസ്സായവരും 62 വയസ്സായവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. അവർക്ക് ഈ വെറും തറയിലിരിക്കുന്ന സമയത്തായിരിക്കാം ആരെങ്കിലും ഇതിലെ കടന്നു പോയിട്ട് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ, ഇപ്പൊ സിറ്റിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില്. അവര് ഏതെങ്കിലും കാരണവശാല് അത്യാവശ്യ സ്ത്രീകളല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് പുറത്തു പോകുന്ന സമയത്തായിരിക്കാം അവരുദ്ദേശിച്ച ആൾ അവിടെ കണ്ടില്ല എന്ന് അവർക്ക് സ്വമേധയാ തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ അവര് പറയുന്നത്. ഈ പറയപ്പെട്ട ആളുകള് ഈ 39 ദിവസമായി ഞങ്ങൾ ഇവിടെ രാപകൽ സമരം നടത്തുന്നു. ഇന്നേ വരെ CIT യൂണിയന്റെ ആളുകളോ ഈ പറയപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ എന്ന് വേണ്ട ആരെങ്കിലും ഇവിടെ വരികയോ ഞങ്ങളോട് സംസാരിക്കുകയോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം അവർക്ക് ഈ തൊട്ടു വായിക്കകത്ത് എത്ര പേരുണ്ട് എങ്ങനെയാണെന്ന്? കണ്ടല്ലോ, ഈ കേരളത്തിലെ അല്ല ലോകം മുഴുവനും കണ്ടു ഞങ്ങളുടെ നിയമസഭാ മാർച്ച്. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങളുടെ ഉപരോധം കണ്ടു. അത് ഞങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നവരോട് മുഴുവൻ പേരോട് വരാൻ ഞങ്ങൾ പറയാറില്ല. കാര്യം ഞങ്ങൾക്ക് ചില മര്യാദകളും ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ വാർഡിലെ പാലിയേറ്റീവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ 0 to 5 കുട്ടികളുടെ പ്രധാനപ്പെട്ട ഇമ്മ്യൂണൈസേഷനുകള്, ഞങ്ങൾക്ക് ഗർഭിണികളുടെ പരിചരണം, ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഞങ്ങൾ സമരത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥയില് ഞങ്ങളെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാമോ, ഏതെല്ലാം തരത്തിൽ അവഹേളിക്കാമോ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും
ഒരാളെങ്കിലും ഈ സമരപ്പന്തലിൽ ഉണ്ടെന്ന് ഈ പറയപ്പെട്ടവർ മനസ്സിലാക്കണം. ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി നിങ്ങളുടെ ജോലിഭാരം ദേശീയ മാനദണ്ഡം അനുസരിച്ചാണ്, അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായ ഇല്ല എന്നാണ് തോന്നുന്നത് എന്നടക്കം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജോലി ഭാരത്തെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ? ഞങ്ങളുടെ ജോലിഭാരം എന്ന് പറയുമ്പോൾ ഇപ്പം കറക്റ്റ് 35 പരം സംവിധാനങ്ങളുള്ള ജോലിയാ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളോട് NHM വിഭാവനം ചെയ്യുമ്പോൾ 1000 പോപ്പുലേഷനിൽ 250 ക്രമത്തിലായിരുന്നു. ഇന്ന് ഞങ്ങളിൽ പലർക്കും, കാരണം അന്ന് വന്നവരെല്ലാം തന്നെ ജോലി ഉപേക്ഷിച്ചു പോയത് കൊണ്ടും പ്രത്യേക സംവിധാനം ഒരാളെ പ്രൊമോട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടും ഇന്ന് ആ ഒഴിവാക്കപ്പെട്ട വാർഡുകളിലെല്ലാം ഈ 280 വീടിന് പകരം 500, 600 ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്രയേറെ വർക്ക് ചെയ്യുന്നവരാ. ആ വീടുകളിൽ തന്നെ 2000 സംതിങ് പോപ്പുലേഷനുകളുണ്ട്. എന്നിട്ടാണ് അതിനു പുറമെ ഞങ്ങൾക്ക് നിരവധി ജോലികളുണ്ട്. ആർദ്രം ഡ്യൂട്ടി, പാലിയേറ്റീവ് ഡ്യൂട്ടി, NCD പ്രോഗ്രാമുകള്, വിവാ ക്യാമ്പയിനുകള് എന്ന് വേണ്ട A to Z വരെയുള്ള ജോലികളുണ്ട്. ആ ജോലികളെല്ലാം ചെയ്ത് കഴിയുമ്പം അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വർക്കുകളും കൂടി ആയി കഴിയുമ്പം ഒരാശ കൃത്യം ഒരു 11 മണി വരെ രാത്രി ജോലി ചെയ്താലും തീരാത്ത ജോലികളാണുള്ളത്. എന്നാ ചോദിക്കും, നിങ്ങൾ ഇത്രയും ജോലികളാണോ ചെയ്യുന്നത്? അതെ, ഞങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും, ഞങ്ങളുടെ ജോലി ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടല്ല. ഞങ്ങള് ജീവിതത്തിന്റെ എല്ലാ വഴികളും കൃത്യമായി അറിയാവുന്ന അമ്മമാർക്ക് സഹനം എന്ന് പറയുന്നത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് സർക്കാരിന് വേണ്ടി, ഈ ഗവൺമെന്റിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അത് കോവിഡ് കാലത്ത് കൃത്യമായി ഇവിടുത്തെ പൊതുജനം വിലയിരുത്തിയതുമാണ്. അപ്പോഴ് ഞങ്ങളുടെ ജോലി ഭാരത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ സമയത്ത് ഞങ്ങളുടെ കൃത്യമായി വേതനം തരിക. നിസാരപ്പെട്ട 232 രൂപ കൊണ്ട് ഒരു കുടുംബത്തിനും ജീവിക്കാൻ പറ്റില്ലെന്ന് കൃത്യമായി അറിയാവുന്ന സമൂഹത്തിലെ എല്ലാവർക്കും സാമൂഹ്യപരമായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വച്ചിരുന്ന ആ 700 രൂപ വീതം ഞങ്ങൾക്ക് കൃത്യമായി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മാത്രമല്ല 700 രൂപയാണ് ഇന്ന് ഇവിടുത്തെ ഒരു അടിസ്ഥാന ദിവസക്കൂലി എന്ന് ഗവൺമെന്റ് കണക്കാക്കിയിരിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ രാജ്യത്ത് നിയമമുള്ളതാണ് തൊഴിൽ വിരമിക്കൽ ആനുകൂല്യം. ഞങ്ങളെ നിയമമില്ലാത്തതൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ സർക്കാരിന് പണമില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റുന്ന തരത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ചത് വിരമിക്കൽ ആനുകൂല്യം. ഇത് ഇവിടെ രാജ്യത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ചോദിച്ചത്. ഇതെല്ലാം കൃത്യമാണെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അറിയാം, കൃത്യമാണെന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിന് മൊത്തം അറിയാം. പിന്നെ അവര് ചില തൊഴിൽ സംഘടനകളുടെ പേര് ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ ഇത്രത്തോളം 39 ദിവസം ഇവിടെ നിന്നു. ഇവിടുത്തെ CIT യൂണിയൻ അനിശ്ചിതകാല സമരം പറഞ്ഞുകൊണ്ട്, രാപ്പകൽ സമരം കൊണ്ട് പറഞ്ഞു 3.25 നാഴികയായപ്പം JPHന്മാരെയും ജയച്ചിമാരെയും കുറ്റം പറഞ്ഞ് അവര് പൊടി തട്ടിപ്പോയി. അവരിന്ന് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി 62 വയസ്സിലെ ഉത്തരവ് പിൻവലിക്കുകയും വിരമിക്കൽ ആനുകൂല്യം ചെയ്യുകയും തരുമായിരുന്നെങ്കിൽ ഈ 39 ദിവസം ഞങ്ങൾ ഈ സ്ത്രീകൾ ഈ പൊതുനിരത്തിൽ, ഈ വണ്ടിയുടെ പുക, ഈ പൊടിപടലങ്ങള്, ഈ മഞ്ഞ്, ഈ കഠിനമായ വെയില്, ഈ മഴ, ഇതെല്ലാം സഹിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇടവിരിക്കേണ്ട ഗതികേട് വരില്ല. അത് മാത്രം സത്യാഗ്രഹവും തുടങ്ങിയിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് ഞങ്ങള് ഈ 50 വയസ്സിൽ കൂടുതലുള്ള ഈ സ്ത്രീകളെ ഈ രീതിയിൽ വെറും തൊഴിലിന്റെ വരുമാനത്തിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന തൊഴിലിന്റെ ആ തുകയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നിരാഹാരം കഴിക്കേണ്ട ഗതികേട് വന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. ദൈവമേ, കേരളത്തിനെ ഇങ്ങനെ കൊണ്ടുപോയോ നിങ്ങൾ? കേരളത്തിന്റെ ഭരണാധികാരികൾക്ക് ഇത്രയും ക്രൂരമായ മനസ്സോ? എന്താ ഞങ്ങൾ ഈ കാണുന്നതെന്ന് ഞങ്ങൾ മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത് അത് വാങ്ങിച്ചുകൊണ്ടല്ലാതെ, ഈ ജനാധിപത്യ രാജ്യമാണെങ്കിൽ, ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ
തീർച്ചയായും ഞങ്ങൾ കൃത്യം ഈ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവായി നടപ്പിൽ വരുത്തിയതിന്റെ ശേഷം മാത്രമേ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോകൂ, തിരിച്ചു വീട്ടിലേക്കുള്ളൂ. ഞങ്ങളോട് ഇനി ഒന്നും ചോദിക്കരുത്. ഞങ്ങൾക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. ഞങ്ങൾ കേരളത്തെ ഓർത്ത് ഓരോരുത്തരും അപമാനിച്ച് തലകുനിക്കേണ്ട ഗതികേടിലേക്ക് ഭരണവർഗം കൊണ്ടുപോയതിൽ മാത്രം ഞങ്ങൾ മാറത്തടിച്ച് നിലവിളിക്കുകയാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങ് കേട്ടല്ലോ ഇവർ രണ്ടുപേരും പറഞ്ഞത്, അവരുടെ കഷ്ടപ്പാടുകളടക്കം അങ്ങ് കേട്ടു. ഇതിനെ രാഷ്ട്രീയ പ്രേരിതമെന്നോ ഒക്കെ പറഞ്ഞ് അപഹസിക്കാൻ, അതുപോലെ തന്നെ അവർക്കൊരു എന്ന് വെച്ചാൽ എത്രയോ കുടുംബങ്ങളാണ്, അതും സാധാരണ കുടുംബങ്ങളാണ്, അവർക്ക് പണം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ജനങ്ങളെ എത്രത്തോളം പരിപോഷിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അവരെ അപമാനിക്കുകയും അപഹസിക്കുകയും ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളെ ഈ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എത്രത്തോളം ക്രൂരമാണെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്? വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് സഹോദരിമാരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതില് അരക്കഴഞ്ചു പോലും കള്ളോ അസത്യമോ ഇല്ലതാൻ. അവര് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അവര് ചെലവഴിക്കുന്ന മണിക്കൂറുകൾ, അതുപോലെ തന്നെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ജോലിയുടെ ആ ഒരു സാമൂഹ്യ ആയിട്ടുള്ള ഉത്തരവാദിത്വം, അത് എത്രത്തോളം ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് സഹായമാകുന്നു. ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ഏറ്റവും അവസാനം ക്യാൻസർ രോഗികളും ഒക്കെ ഏറ്റവും അവസാനം ഒരു മരുന്നുകൊണ്ട് അവർക്ക് രക്ഷയില്ല എന്നുള്ള ആ ഒരു ഘട്ടം വരുമ്പോൾ അവർക്കൊക്കെ വൈദ്യശാസ്ത്രം കൊടുക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ സമാധാനത്തോടെ മരിക്കാൻ, വേദനയില്ലാതെ മരിക്കാവുന്ന ആ ഒരു സംവിധാനം, അതെല്ലാം ഈ സഹോദരിമാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളുടെ പരിചരണം, അതെല്ലാം ഞാൻ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അവർ എത്ര എന്താ പറയുക, ഒരു അഹങ്കാരവും ഇല്ലാതെ, ഒരു വെല്ലുവിളിയുടെ സ്വരമില്ലാതെ ജീവിക്കാനുള്ള ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവര് ഈ സമരം ചെയ്യുന്നത്. അത് ബധിര കർണങ്ങളിൽ ആരും അത് കേൾക്കുന്നില്ല, കേട്ടവരത് ഉൾക്കൊള്ളുന്നില്ല, ഉൾക്കൊണ്ടാൽ തന്നെ അത് ഉൾക്കൊണ്ടില്ലെന്ന് എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. ആ പ്രതികരണങ്ങളിൽ പലപ്പോഴും പരിഹാസവും അതുപോലെ തന്നെ പുച്ഛവും ഈ എന്താ പറയുക, വല്ലാത്തൊരു തരം രാഷ്ട്രീയം കലർന്ന അപമാനിക്കലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 39 ദിവസമായിട്ട് അവര് സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം നടത്തുന്നു. ആ സമരം കണ്ടിട്ടും അത് എത്രയോ തവണ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് അവർ മാറി മാറി അവരുടെ വേദനകൾ പങ്കുവച്ചു. പക്ഷെ ആരും കേൾക്കുന്നില്ല. രാഷ്ട്രീയ തിമിരം ബാധിച്ച, രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങൾ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് കരുതുന്ന ഒരു വിഭാഗമായിട്ട് ഈ ഭരണവർഗം മാറുകയാണ്. പ്രത്യേകിച്ച് CITU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനമൊക്കെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അധ്വാന വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. അവരാണ് അവകാശ സമരങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച് കേരളത്തിൽ കുറെ കൂടി ഭേദപ്പെട്ട, അതായത് തൊഴിലാളി വർഗത്തിനും അടിസ്ഥാന വർഗത്തിനും ജീവിക്കാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കിയെടുത്തത് അവരാണ്. ആ സംഘടനയാണ് ഇപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഈ പാവപ്പെട്ട സഹോദരിമാരെ അവർ ചെയ്യുന്ന ജോലിക്ക് ന്യായമായ വേതനം എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ നമുക്കറിയാം കേരളത്തിലൊക്കെ ഏറ്റവും മിനിമം കൂലി എന്ന് പറയുന്നത് 700 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് കർഷക തൊഴിലാളികൾക്കും അതുപോലുള്ള മറ്റു തൊഴിലാളികൾക്കും എല്ലാം സർക്കാർ സംവിധാനത്തിൽ 700 രൂപയാണ് സ്ത്രീകൾക്ക് പോലും ഏറ്റവും മിനിമം കൂലി. ആ മിനിമം കൂലിയെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പ് തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് അതിന് പകരം ഇപ്പൊ 7000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 232 രൂപയാണ്. അത് തന്നെ സമയത്തിന് കൊടുക്കുന്നില്ല. അത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ അത് പലപ്പോഴും മാറ്റിവെക്കുന്നു, സമയത്ത് കൊടുക്കാതെ അത് വിതരണം ചെയ്യുന്നില്ല. ഇങ്ങനെ ഈ പാവം സഹോദരിമാരെ ജീവിക്കാൻ സമ്മതിക്കാതെ, അവരുടെ കുടുംബത്ത് സമയത്ത് ഭക്ഷണം കഴിക്കാനാവാതെ, അവരുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് യഥോചിതം ചികിത്സ കൊടുക്കാൻ കഴിയാതെ അവർക്ക് വിഷമിച്ച് ഒടുവിൽ അവരെത്തിപ്പെട്ട ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അവർ ഗത്യന്തരമില്ലാതെയാണ് ഈ സമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. പക്ഷെ ആ വലിച്ചിഴക്കപ്പെട്ട പോലും അവരോട് സൗമനസ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സാഹോദര്യത്തിന്റെ രീതിയിൽ കുറെ കൂടി അവരെ ഉൾക്കൊള്ളുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഭാഷയിലല്ല പറയുന്നത്. മറിച്ച് അവരെ നിരന്തരം അപമാനിക്കുന്ന വാക്കുകളാണ് പുറത്തു വരുന്നത്. അതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു തൊഴിലാളി സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, അതുപോലെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒട്ടും അനുഭാവപൂർണ്ണം അല്ലാത്ത അവരെന്തോ മഹാപരാധം ചെയ്യുന്നു,
ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി മാറി ഈ ഭരണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്. മാത്രമല്ല, എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പക്ഷെ കേന്ദ്രമാണ് ഇതിനെല്ലാം കാരണം എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ സമീപകാലത്ത് ഈ സഹോദരിമാർ സംസാരിക്കുന്ന പോലെ ഹൃദയസ്പൃക്കായിട്ട് ആർജവത്തോടെ അവരുടെ വേദനകളും അവരുടെ യാതനകളും അവരുടെ സങ്കടങ്ങളും അവരുടെ കഷ്ടതകളും അവർ കടന്നു പോകുന്ന അഗ്നി പരീക്ഷകളും അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന ജോലികളുടെ ഒരു ഭാരവും അതിന്റെ ഒരു വ്യാപ്തിയുമെല്ലാം എത്ര മനോഹരമായിട്ടാണ് അത്രയൊന്നും വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡോക്ടറേറ്റോ ഒന്നും ഇല്ലാത്ത സാധാരണ ജീവിതത്തിന്റെ ചൂടും അറിഞ്ഞ് അനുഭവത്തിന്റെ തീച്ചുകളിലൂടെ ഈ കണ്ട കാലം അത്രയും കടന്നു വന്ന ഈ സഹോദരിമാരുടെ വാക്കുകൾക്ക് എന്തൊരു ആർജവമാണ്, എന്തൊരു ആത്മാർത്ഥതയാണ്, എന്ത് പൊള്ളുന്ന വാക്കുകളാണ് അവര് നമ്മളോട് പറയുന്നത്. ഇത് കേട്ടിട്ട് ഈ അധികാരി വർഗത്തിന്റെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിന് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അതിന് ചുക്കാൻ പിടിക്കുന്നവർക്ക് ഒരു ഫീലും തോന്നുന്നില്ല എങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. ആരോടായിരിക്കണം നമ്മുടെ കമ്മിറ്റ്മെന്റ്? ഈ PSCയിൽ ലക്ഷങ്ങൾ വാങ്ങുന്നവരോടായിരിക്കണം. അതുപോലെ ദശലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന പ്രോസിക്യൂട്ടർമാരോടും അതുപോലെ തന്നെ നിയമജ്ഞന്മാരോടുമാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ കഴിയാതെ ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ഒട്ടൊക്കെ പറഞ്ഞാൽ ഒരു സൗജന്യ സേവനം പോലെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സഹോദരിമാരോടല്ലേ ഈ സമൂഹം അല്ലെങ്കിൽ ഈ ഭരണകൂടം ആദ്യം അതിന്റെ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്? ഏറ്റവും അടിസ്ഥാന വർഗം അവരല്ലേ? ഏറ്റവും അടിസ്ഥാന വർഗത്തിന് അരികിലേക്ക് എത്തുന്ന സർക്കാരിന്റെ ശബ്ദമായി, സർക്കാരിന്റെ സാന്ത്വന സ്പർശമായി മാറുന്ന ഈ സഹോദരിമാരുടെ ജീവിതത്തിലെ അവർക്കൊരു ഒരു ഒരു തണലാവണ്ട, അവർക്കും ഒരു സാന്ത്വന സ്പർശമായി മാറാൻ ഈ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമില്ലേ? എന്തിനാണ് ഇത്രയും അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലരെ താങ്ങി നിർത്തുന്ന, അവർക്ക് കരുതലും അതുപോലെ തന്നെ അവർക്ക് സാന്ത്വനവും അവർക്ക് ഒരു ആശ്വാസമായി മാറുന്ന ഈ സഹോദരിമാർ, അത് അംഗൻവാടി ടീച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് ആവട്ടെ, ഏതാണ്ട് സമാനമായ ജോലികളാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് സ്ത്രീകൾ തന്നെയാണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അവർക്ക് ഒരമ്മയുടെ മനസ്സോടെ, ഹൃദയത്തോടെ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ ഹൃദയത്തോടെ, ഒരു കൂടപ്പുറപ്പിന്റെ ആ ഒരു കരുതലോടെ ഈ ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെയ്യുന്ന അവർക്ക് മിനിമം പരിഗണന കൊടുക്കണ്ടേ? അവർ ജീവിക്കണ്ടേ? അവരും ജീവിച്ചിരുന്നാലല്ലേ, അവർ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 232 രൂപ കൊണ്ട് സത്യത്തിൽ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? മാന്യമായി വസ്ത്രം ധരിക്കാൻ പറ്റുമോ? അവരെങ്ങനെ പിന്നെ ജീവിക്കും? അവർ ചെയ്യുന്ന ജോലി കൊണ്ട് ചെയ്യും. അപ്പൊ അവരുടെ വീടുകളിലും അവർ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. കാലത്ത് പോയിട്ട് പാതിരാത്രിക്കും ജോലി തീരുന്നില്ല, കിട്ടുന്ന 232 രൂപ. ഇത് എന്ത് ജോലിയാമേന്ന് മക്കൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നീ എന്ത് ജോലി ചെയ്യുന്നതെന്ന് ഭർത്താക്കന്മാർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? 14-15 മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലി, കിട്ടുന്ന 232 രൂപ വേതനം. ഈ പറഞ്ഞ പ്രബുദ്ധ കേരളത്തിൽ 1-ാം നമ്പർ സംസ്ഥാനത്ത് ആണിത് സംഭവിക്കുന്നതെന്ന് കൂടി ഓർക്കുമ്പോൾ അതിന്റെ ഒരു വലിയ ഒരു വിരോധാഭാസം ഒന്ന് നോക്കുക. ചുരുങ്ങിയ പക്ഷം അവരോട് ഇത്തിരി കൂടി മനുഷ്യത്വത്തോടെ, കാരുണ്യത്തോടെ, സഹജാവബോധത്തോടെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും അതിനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം. ഇല്ലെങ്കിൽ അത് ഒരു വലിയ തെറ്റായിരിക്കും, ചരിത്രത്തിലെ തന്നെ, അല്ലെങ്കിൽ മാപ്പർഹിക്കാത്തൊരു കുറ്റമായിരിക്കും എന്ന കാര്യമെങ്കിലും ഈ ബന്ധപ്പെട്ട അധികാരി വർഗം, ഉത്തരവാദപ്പെട്ടവർ, മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തൊഴിലാളി യൂണിയൻ നേതാക്കളും ഒക്കെ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ്, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കും. പുതിയതായി വന്ന ഒരു കാര്യം വിട്ടുപോയി, അതുകൂടി പറയാനുണ്ട്. EKYC ഫേസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇപ്പം വന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന് നമുക്ക് ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോണും വേണം, വൈഫൈ കണക്ഷനും കിട്ടണം. അത് ഗവൺമെന്റ് തന്നാൽ മാത്രം ഞങ്ങളത് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം ഇങ്ങനെ പോയി, അടുത്ത മാസം 25-ന് മുമ്പേ നിങ്ങളത് ചെയ്തു തീർത്തിരിക്കണം എന്ന് ഉള്ള സമ്മർദ്ദം വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ സമരത്തിന് ഞങ്ങൾ ഇറങ്ങാനുള്ള കാരണങ്ങൾ. പിന്നെ സാറ് പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ വന്നാലും സമ്മർദ്ദമാണ്. കാരണം കളക്ടർക്ക് ഇത്രയും ജോലി ഇല്ലല്ലോ, ഒരു കളക്ടറിനേക്കാളും ജോലിയാണല്ലോ നിനക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ, നമ്മളുടെ ജോലി തീരാത്ത ഒരു അവസ്ഥ. ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, മാനസിക സംഘർഷം.
സമരം അതും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാ? വിജയിച്ചിരിക്കും. വിജയിക്കാതെ പോകാൻ ഒരു തരവുമില്ല, വിജയിക്കും. സമരത്തിന് ഇപ്പൊ ഓരോ ഭാഗങ്ങളായിട്ട് ചെറുതായി ഞങ്ങൾ അടച്ചിടാതെ, കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമ്മളൊരു ഭാഗത്ത് അത് തടയപ്പെടാൻ പാടില്ലല്ലോ എന്നുള്ള മനസ്സുകൊണ്ട് നമ്മൾ അടച്ചിടാതെയാണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് തന്നെ ആശമാരെ പോലെ ഞങ്ങളും കടക്കും. കാരണം ഞങ്ങള് അടച്ചുപൂട്ടി ഇട്ടുകൊണ്ട്, കാരണം 3300 ചില്ലുവാനം 3365 15 അംഗൻവാടികളുണ്ട്. അത്ര അംഗൻവാടികൾ നമ്മുടെ സംസ്ഥാനത്ത് അടച്ചിട്ട് കഴിയുമ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളെ ബാധിക്കും. ഗവൺമെന്റിന്റെ ആനുകൂല്യം, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ ബാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനുള്ള ഇടവരുത്താതെ ഗവൺമെന്റ് ഇടപെട്ട് ഞങ്ങളുടെ സമരത്തിന് ന്യായമായി വരും. ഞങ്ങളും പറയുന്നു 432 രൂപയാണ് ഒരു ടീച്ചറിന്റെ വേതനം. ഞങ്ങൾക്ക് 700 രൂപയ്ക്ക് അവകാശമുണ്ട്. കുറഞ്ഞ പക്ഷം 700 രൂപയ്ക്കുള്ള പണിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. കുറഞ്ഞ പക്ഷം 700 രൂപയ്ക്കുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. അത് അംഗീകരിച്ച് തന്നേ പറ്റൂ. ശ്രീമതി KP റോസമ്മ, എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏത് രീതിയിലേക്ക് പോകുമെന്നാണ്? മുന്നോട്ട് തന്നെ പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങള് സർക്കാർ നടത്തി തരണം. നടത്താൻ പറ്റാത്ത യാതൊരു ആവശ്യങ്ങളും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവസാന നിമിഷം ഞങ്ങള് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരും, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും. ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ സമരപ്പന്തല് ദർശിച്ചിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ ഇവിടെ വരും എന്നുള്ളൊരു നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് 1ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടുന്ന സമയം വരെ, ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയം വരെ ഞങ്ങൾ തീർച്ചയായും സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. വളരെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എത്രത്തോളം താഴ്മയോടെയാണ് ഈ മനുഷ്യർ ഈ ഗവൺമെന്റിന്റെ നയങ്ങളെ പോലും സമീപിക്കുന്നത്, എത്രത്തോളം താഴ്മയോടെയാണ് അവർ അപേക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം മനസ്സിലാക്കിയതാണ്. സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ, സാധാരണക്കാരോട് ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എങ്കിൽ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഈ വീട്ടമ്മമാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, അവർ പറയുന്ന 21,000 രൂപ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ, ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നീതി അവർക്ക് നടത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓർമ്മിപ്പിക്കുവാനും പറയുവാനുമുള്ളത്. എന്നാണെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ചർച്ച അവസാനിക്കും.